പ്രണയിനി ഭാഗം 4. കീർത്തന, മോളിപ്പോൾ പോയിക്കോ. നാളെ അർണവിനോട് ആരാധ്യയെയും കൂട്ടി ഇവിടേക്കൊന്ന് വരാൻ പറയണം. എഴുന്നേറ്റുകൊണ്ട് ആരുൻ്റെ പിറകിൽ പോകാൻ നോക്കുന്ന എഡ്ഡിയെ പിടിച്ചു വെച്ചുകൊണ്ട് സാമുവൽ ഗൗരവത്തോടെ പറഞ്ഞപ്പോൾ അയാളെ നോക്കി ഏതോ ലോകത്തെന്ന പോലെ തലയാട്ടിക്കൊണ്ട് കീർത്തു പുറത്തേക്കിറങ്ങിപ്പോയി. അപ്പോഴും അടഞ്ഞ വാതിലിനുള്ളിൽ നിന്ന് എഡ്ഡിയുടെയും കൂടെ സാമുവലിൻ്റെയും ശബ്ദമുയർന്നു കേൾക്കുന്നുണ്ടായിരുന്നു. ഇതേസമയം ബോധം വന്ന കീർത്തു ഓഫീസിൽ നിന്ന് പുറത്തേക്ക് ഓടിയപ്പോൾ കാണുന്നത് പാർക്കിംഗ് ഏരിയയിലുള്ള ബെഞ്ചിൽ മുഖം അമർത്തിയിരിക്കുന്ന ആരുവിനെയാണ്. അവളെ കണ്ടപ്പോൾ കീർത്തു ആശ്വാസത്തോടെ അവൾക്കരികിലേക്ക് ചെന്നു. ആരു? കീർത്തു അവളുടെ തോളിൽ പതിയെ കൈയമർത്തിക്കൊണ്ട് വിളിച്ചപ്പോൾ ആരു നിറഞ്ഞ കണ്ണുകൾ ഉയർത്തിക്കൊണ്ട് അവളെ നോക്കി. കീർത്തു, വാ, നമുക്ക് പോകാം. അയാൾ ആരാ? എനിക്ക് പേടിയാകുന്നു. വിറച്ചുകൊണ്ട് അവൾ അതും പറഞ്ഞ് കീർത്തുവിനെ കെട്ടിപ്പിടിച്ചപ്പോൾ ഒരു നിമിഷം കീർത്തുവിനും എന്ത് പറയണമെന്ന് മനസ്സിലായില്ല. അതുകൊണ്ട് തന്നെ മറുത്തൊന്നും പറയാതെ അവൾ വേഗം സ്കൂട്ടിയിൽ കയറി സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ആരു അവൾക്ക് പിറകിൽ കയറിയിരുന്ന് കീർത്തുവിൻ്റെ പുറത്തേക്ക് തല ചായ്ച്ചിരുന്നു. എന്നാലും വളരെ പരുക്കനായ കലിപ്പനായ എഡ്വിൻ സാറിന് ഇന്ന് എന്താ പറ്റിയത്? ഇതുപോലൊരു കാഴ്ച ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടതേയില്ല. പാവം ആരു ആകെ ഭയന്നു പോയി. ഒരിക്കലും വിചാരിക്കാത്ത കാര്യങ്ങളായിരുന്നല്ലോ ഇന്ന് നടന്നത്. എന്തായാലും അപ്പുവേട്ടനോട് എല്ലാം പറഞ്ഞു നോക്കിയിട്ട് മതി ഇനി അവളെ അവിടേക്ക് പറഞ്ഞയക്കാൻ. പോകും വഴിയിൽ ഒന്ന് ആത്മകഥിച്ചുകൊണ്ട് കീർത്തു വേഗത്തിൽ വണ്ടി ഓടിച്ചു. ഫ്ലാറ്റിന് മുന്നിൽ പാർക്കിംഗ് ഏരിയയിൽ കീർത്തു വണ്ടി കൊണ്ടുവന്ന് നിർത്തിയപ്പോൾ തന്നെ ആരു വേഗത്തിൽ അകത്തേക്ക് ഓടിപ്പോയിരുന്നു. അപ്പോൾ ഒരു നിമിഷം അവൾ പോണത് നോക്കി നിന്ന കീർത്തു പിന്നെ വേഗം തന്നെ മീറ്റിംഗ് കഴിഞ്ഞാലുടനെ ഫ്ലാറ്റിലേക്ക് വരണം എന്ന് പറഞ്ഞ് അപ്പുവിനൊരു മെസ്സേജും അയച്ചുകൊണ്ട് ആരുവിൻ്റെ പിറകെ ചെന്നു. അപ്പോളായിരുന്നു കീർത്തുവിൻ്റെ ഫോൺ വീണ്ടും അടിഞ്ഞത്. അപ്പു ആയിരിക്കും എന്ന് കരുതി ഫോൺ നോക്കി അവൾ അതിൽ നന്ദകിഷോർ എന്ന് കണ്ടപ്പോൾ ഒരു നിമിഷം ഫോണിലേക്ക് തന്നെ നോക്കി. പിന്നെ എന്തോ ഓർത്ത പോലെ അവൾ ദേഷ്യത്തിൽ കോൾ കട്ട് ചെയ്തു. പിന്നെ വേഗം ഫ്ലാറ്റിലേക്ക് നടന്നു. ഇതേസമയം തൻ്റെ മുറിയിലെ ബെഡിൽ ശരീരം ഒന്നാകെ അമർത്തി വെച്ച് മിഴികൾ ഇറുക്കെ അടച്ചുകൊണ്ട് കിടക്കുകയായിരുന്നു ആരു. അപ്പോൾ അവളുടെ മനസ്സിൽ നിറയെ കുറച്ച് നിമിഷങ്ങൾ വരെ നടന്ന കാര്യങ്ങളായിരുന്നു. പേടിയോടെ എഡ്ഡിയുടെ മടിയിൽ നിന്നും അവൾ എഴുന്നേൽക്കാൻ ഒരുങ്ങുമ്പോഴൊക്കെയും അതിന് സമ്മതിക്കാതെ അവളെ തന്നിലേക്ക് കൂടുതൽ കൂടുതൽ ചേർത്ത് പിടിക്കുന്നവനെ അവൾ ദയനീയമായി നിറഞ്ഞ കണ്ണുകളോടെ നോക്കിയിരുന്നു. നീ എന്താ ബൊമ്മക്കുട്ടി ഇങ്ങനെ കരയുന്നത്? ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല കേട്ടോ. വാ, ഉറങ്ങിക്കോ, ഞാൻ പാട്ട് പാടിത്തരാവേ. അതും പറഞ്ഞുകൊണ്ട് എഡ്ഡി അവളെ ബലമായി നെഞ്ചിലേക്ക് ചേർത്തപ്പോൾ ഒരു വേള ഇരുവരുടെയും ഹൃദയം എന്തോ മൊയ്ഞ്ഞതുപോലെ തോന്നിപ്പോയി. അതുകൊണ്ട് തന്നെ അവളും ഒരു നിമിഷം ഏതോ ലോകത്തെന്ന പോലെ അവൻ്റെ ഹൃദയതാളവും കേട്ടുകൊണ്ട് അവനോട് ചേർന്നിരുന്നു പോയി. അപ്പോഴാണ് സാമുവൽ സാർ അവിടേക്ക് ഓടി വന്നതും. എല്ലാം മനസ്സിൽ തികട്ടി വന്നപ്പോൾ അവൾ മിഴികൾ ഇറുക്കെ അടച്ച് അങ്ങനെ തന്നെ കിടന്നു. കുറച്ചു നേരത്തിന് ശേഷം കീർത്തു തൻ്റെ അരികിൽ ബെഡിൽ വന്ന് കിടക്കുന്നതും പിറകിലൂടെ ചേർത്ത് പിടിക്കുന്നതും ഒക്കെ അറിഞ്ഞെങ്കിലും അവൾ ആ കിടപ്പ് തുടർന്നു. അത്രമേൽ അവളുടെ മനസ്സും ശരീരവും ഒരുപോലെ പിടക്കുന്നുണ്ടായിരുന്നു. ഇതേസമയം കീർത്തുവിൻ്റെ മെസ്സേജ് കണ്ട് എങ്ങനെയൊക്കെയോ കമ്പനിയിൽ നിന്നും ഇറങ്ങി വെപ്രാളത്തോടെ ഫ്ലാറ്റിലേക്ക് ഓടി വന്ന അപ്പു ബെഡിൽ നിഷ്കളങ്കമായി ഉറങ്ങുന്ന ആരുവിനെയും കീർത്തുവിനെയും കണ്ടപ്പോൾ ഒന്ന് ആശ്വാസത്തോടെ അവരെ ഒരു നിമിഷം നോക്കി നിന്നു. പിന്നെ പതിയെ അവർക്കരികിൽ ചെന്നിരുന്നു. ആരുവിനെ വിളിച്ചുണർത്തി കാര്യങ്ങൾ ചോദിച്ചറിയാൻ അവൻ്റെ മനസ്സ് തിടുക്കം കാണിച്ചെങ്കിലും തളർന്നതുപോലെ അവൾ ഉറങ്ങുന്നത് കണ്ടപ്പോൾ അവന് ഉണർത്താനും തോന്നിയില്ല. അതുകൊണ്ട് തന്നെ അവൻ ഒരു നെടുവീർപ്പോടെ ആരുവിൻ്റെ മേലെയുള്ള കീർത്തുവിൻ്റെ കൈയെടുത്ത് മാറ്റിയ ശേഷം പതിയെ കീർത്തുവിനെ എടുത്ത് തൻ്റെ നെഞ്ചിലേക്ക് ചേർത്തുകൊണ്ട് അപ്പുറത്തെ അവൻ്റെ മുറിയിലേക്ക് നടന്നു. എന്നാൽ അവൻ എടുത്തതോ അവൻ്റെ മുറിയിലെ ബെഡിലേക്ക് കിടത്തിയതോ ഒന്നും അറിയാതെ നല്ല ഉറക്കിലായിരുന്നു കീർത്തു. അത് കണ്ടപ്പോൾ അപ്പുവിന് ഒരേപോലെ ദേഷ്യവും ചിരിയും വരുന്നുണ്ടായിരുന്നു. പതിയെ അവൾക്കൊപ്പം കിടന്നുകൊണ്ട് അവൻ അവളുടെ കഴുത്തിൽ മുഖം പൊഴ്ത്തി അവിടെ ഒന്ന് അമർത്തി കടിച്ചപ്പോൾ ഓൺ ദി സ്പോട്ടിൽ ഞെട്ടി എഴുന്നേറ്റ കീർത്തു തൻ്റെ മേൽ ആരാണെന്ന് പോലും നോക്കാതെ അപ്പുവിനെ തള്ളി താഴെ ഇട്ടു. ആരാടാ എന്നെ കടിച്ചത്? എന്ത് ധൈര്യമുണ്ടായിട്ടാടാ എന്നെ കടിച്ചത്? എൻ്റെ അപ്പുവേട്ടൻ ഇങ്ങ് വരട്ടെ, ഞാൻ പറഞ്ഞു കൊടുക്കും. അതും പറഞ്ഞുകൊണ്ട് വീണ്ടും കിടന്നുറങ്ങുന്നവളെ നിലത്തിരുന്ന അപ്പു വായും തുറന്ന് നോക്കിയിരുന്നു പോയി. ശവം. കിടന്നുറങ്ങാൻ തുടങ്ങിയാൽ പിന്നെ ആന കുത്തിയാലും ഒരു ബോധവും ഉണ്ടാകില്ല. പിറുപിറുത്തുകൊണ്ടവൻ നിലത്തുനിന്നും എഴുന്നേറ്റ് വീണ്ടും കീർത്തുവിൻ്റെ അരികിൽ ചെന്നിരുന്നു. കീർത്തി, ഡി കീർത്തി. അവൻ അവളെ ഒരുപാട് തവണ വിളിച്ചുവെങ്കിലും എഴുന്നേൽക്കാതെ വന്നതും ദേഷ്യം വന്ന അപ്പു തൻ്റെ ഭാരം മുഴുവൻ അവളിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ഉറങ്ങിക്കിടക്കുന്ന കീർത്തുവിൻ്റെ കവിളിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് അവളുടെ അധരങ്ങളിൽ തൻ്റെ അധരം വെച്ച് അമർത്തി ചുംബിക്കാൻ തുടങ്ങി. അപ്പോഴായിരുന്നു കീർത്തുവിന് ബോധം വന്നത്. പകച്ചുകൊണ്ട് കണ്ണുകൾ മിഴിച്ചു കിടന്ന അവൾ കാണുന്നത് കണ്ണുകൾ അടച്ചുകൊണ്ട് തന്നെ ചുംബിക്കുന്ന അപ്പുവിനെയാണ്.
അപ്പോൾ അവനെ കണ്ടപ്പോൾ മറ്റെല്ലാം മറന്നുകൊണ്ടവൾ നാണത്തോടെ അവനെ തിരിച്ചു ചുംബിക്കാൻ തുടങ്ങി. കുറച്ചു നേരങ്ങൾക്ക് ശേഷം അവളിൽ നിന്നും അവൻ വിട്ടുമാറിയപ്പോൾ അതിന് സമ്മതിക്കാതെ കീർത്തു അവനെ ഇറുക്കെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഇന്ന് നടന്നതൊക്കെ പറയാൻ തുടങ്ങി. ഇടറിക്കൊണ്ട് അവൾ ഓരോ സന്ദർഭവും പറയുമ്പോൾ അപ്പുവിൻ്റെ കൈകൾ അവളുടെ ഇടുപ്പിൽ അമർത്തി പതിയുന്നുണ്ടായിരുന്നു, ഉള്ളിലെ സംഘർഷങ്ങൾ കാരണം. അപ്പുവേട്ടാ, ആരും ആകെ പേടിച്ചിരിക്കുക. പാവം, അങ്ങനെയൊക്കെ നടക്കുമെന്ന് അവളും കരുതിയതല്ലല്ലോ. ഇനിയിപ്പോൾ എന്തു ചെയ്യും? കുറച്ചു നേരത്തിന് ശേഷം അവളിൽ നിന്നും വിട്ടുമാറിയ അപ്പുവിനെ നോക്കി കീർത്തു ചോദിച്ചപ്പോൾ ഒരു നിമിഷം എന്ത് പറയണമെന്ന് അവനും മനസ്സിലാകുന്നില്ലായിരുന്നു. ഞാൻ എന്ത് പറയാനാ കീർത്തി? എന്തായാലും നാളെ സാർ പോകാൻ പറഞ്ഞതല്ലേ, പോയി നോക്കാം. എഡ്വിൻ്റെ ആ ഒരു സ്വഭാവം, അതെന്തുകൊണ്ടാണെന്ന് നന്നായി അറിഞ്ഞിട്ട് മതി കുഞ്ഞെ അവിടെ പറഞ്ഞേക്കൽ. അപ്പോൾ അത് പറഞ്ഞപ്പോൾ ശരിവെക്കും വിധം കീർത്തു ഒന്ന് തലയാട്ടി. പിന്നെ കുറച്ചു നേരത്തേക്ക് രണ്ടുപേരും ഒന്നും മിണ്ടിയില്ല. അപ്പോഴാണ് കീർത്തുവിന് ഇന്ന് കുറേ കാലങ്ങൾക്ക് ശേഷം നന്ദൻ അവളെ വിളിച്ചത് ഓർമ്മ വന്നത്. അപ്പുവേട്ടാ, ഇന്ന് ആ നന്ദകിഷോർ വിളിച്ചിരുന്നു. ഇത്രയും കാലം ഇല്ലാതിരുന്ന ആ കോൾ നമുക്കിട്ടുള്ള എന്തെങ്കിലും പണിയായിരിക്കുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. എന്തോ ഓർത്തുകൊണ്ട് കീർത്തു പറഞ്ഞപ്പോൾ അപ്പുവിൻ്റെ മനസ്സിലും അതേ സംശയമായിരുന്നു. അതെന്തേലും ആയിക്കോട്ടെ, നീ ഇനി അതും ഓർത്തിരിക്കേണ്ട. നന്ദൻ എന്ന ചാപ്റ്റർ നമ്മൾ വിട്ടതാണ്. നിനക്ക് ഞാനും എൻ്റെ ആരോട്ടിയും ഒക്കെ ഇല്ലടാ. അപ്പോൾ അത് പറഞ്ഞപ്പോൾ കീർത്തു ചിരിച്ചുകൊണ്ട് അവനെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു. ഇതേസമയം ആടി ആടി നിൽക്കുന്ന എഡ്വിനെ പിടിച്ചു വലിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോവുകയാണ് സാമുവൽ. എന്തുകൊണ്ടോ അവൻ്റെ ഇത്തരം പ്രവൃത്തി അയാളിൽ ദേഷ്യവും വേദനയും ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. വീടിന് മുന്നിലെത്തി സെക്യൂരിറ്റി ഗേറ്റ് തുറന്നു കൊടുത്തപ്പോൾ തന്നെ അദ്ദേഹം വളരെ സ്പീഡിൽ അകത്തേക്ക് വണ്ടി കയറ്റിയിരുന്നു. ശേഷം ഡോർ തുറന്ന് പുറത്തിറങ്ങിയതിന് ശേഷം അയാൾ മറുഭാഗത്ത് ചെന്ന് അവിടുത്തെ ഡോർ തുറന്ന് എഡ്ഡിയുടെ കയ്യിൽ പിടിച്ചിറക്കി. ഡാഡി എന്നെ പിടിക്കേണ്ട, ഞാൻ പോകാം. പോയിട്ട് വേണം ആ പൊമ്മക്കുട്ടിയെ കാണാൻ. കുഴഞ്ഞ നാക്കോടെ അതും പറഞ്ഞുകൊണ്ട് പോകുന്ന അവനെ നോക്കുമ്പോൾ അയാളുടെ മനസ്സിൽ കുറച്ചു മുന്നേ വരെ തൻ്റെ മകൻ്റെ നെഞ്ചിൽ ഭയത്തോടെ ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ നിഷ്കളങ്കതയോടെ ഇരിക്കുന്ന ആരുവിൻ്റെ മുഖമായിരുന്നു. കുടിച്ചു കഴിഞ്ഞാൽ ലക്കില്ലാതെ നടക്കുന്ന ഇവൻ്റെ മുന്നിലാണല്ലോ ആ പെണ്ണ് ചെന്ന് പെട്ടത്. എന്നിട്ട് ഈ കള്ളത്തെമ്മാടി എന്തൊക്കെയാ കാണിച്ചു കൂട്ടിയേ? നാളെ ആവട്ടെ, നിനക്ക് ഞാൻ എല്ലാം കൂടി ഒരുമിച്ച് തരാം. മനസ്സിലൊന്ന് ആത്മകഥിച്ചുകൊണ്ട് അയാൾ അകത്തേക്ക് കയറി. കിച്ചണിൽ തിരക്കിട്ട പണിയിൽ ഏർപ്പെട്ട മോളിക്കുട്ടിയെ ഒന്ന് നോക്കിക്കൊണ്ട് അയാൾ അവർക്കരികിൽ നടന്നു ചെന്നു. എടോ, ഭക്ഷണമൊന്നും ആയില്ലേ? പെട്ടെന്ന് അയാളുടെ ശബ്ദം കേട്ടപ്പോൾ അവർ ഞെട്ടിക്കൊണ്ട് പിറകിൽ നോക്കി. പിന്നെ ചിരിയോടെ പറഞ്ഞു, ഇപ്പോൾ ആവും ഇച്ചായ. ഇച്ചായൻ പോയി കുളിച്ചേച്ചും വാ, ഞാൻ അപ്പോഴേക്കും എല്ലാം എടുത്തു വെക്കാം. അവർ അത് പറഞ്ഞപ്പോൾ അയാൾ ഒന്ന് ചിരിച്ചുകൊണ്ട് മുറിയിലേക്ക് നടന്നു. വേഗത്തിൽ ഫ്രഷായി സാമുവൽ ഹാളിലേക്ക് എത്തിയപ്പോൾ മോളി എല്ലാം എടുത്ത് ടേബിളിൽ വെച്ചുകൊണ്ട് അയാളെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ചെയർ വലിച്ച് അയാൾ ഇരുന്നപ്പോൾ പറയാതെ തന്നെ അവർ എല്ലാം വിളമ്പി കൊടുത്തു. ഇച്ചായൻ കഴിക്കേ, ഞാൻ മോനെ വിളിച്ചു വരാം. വേണ്ട, അവനെ വിളിക്കണ്ട. മോളി പോകാൻ ഒരുങ്ങിയപ്പോൾ തന്നെ സാമുവൽ പറയുന്നത് കേട്ടപ്പോൾ അവർ അയാളെ സംശയത്തോടെ നോക്കി. അതെന്താ ഇച്ചായ, എൻ്റെ കുഞ്ഞിന് വിശക്കുന്നുണ്ടാവും, അവർ സങ്കടത്തോടെ പറഞ്ഞപ്പോൾ ഒരു ദീർഘനിശ്വാസത്തോടെ സാമുവൽ ഇന്നുണ്ടായതൊക്കെ അവരോട് പറഞ്ഞു. എല്ലാം കേട്ടുകഴിഞ്ഞ് തളർച്ചയോടെ മോളി കസേരയിൽ ഇരുന്നു പോയി. ഇതേസമയം ഒന്നും അറിയാതെ തൻ്റെ മുറിയിൽ കണ്ണടച്ച് കിടക്കുകയായിരുന്ന എഡ്ഡിയുടെ മനസ്സിൽ നിറയെ ആരു ആയിരുന്നു. ബൊമ്മക്കുട്ടി, നീ എവിടെയാ പോയേ? ഉമ്മ. എന്തൊക്കെയോ പുലമ്പിക്കൊണ്ടവൻ അടുത്തുള്ള പില്ലോയെ കെട്ടിപ്പിടിച്ച് കിടന്നു.